അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ RSS മുഖപത്രമായ ഓർഗനൈസറിൽ ലേഖനം. അമേരിക്ക ലോകത്ത് ഭീകരവാദവും ഏകാധിപത്യവും പ്രോത്സാഹിപ്പിക്കുകയാണ്. വ്യാപാര യുദ്ധങ്ങളും തീരുവകളും സ്വാതന്ത്ര്യത്തെ തകർക്കുന്നതിനുമുള്ള പുതിയ ആയുധങ്ങളാണ് എന്നും ഡോക്ടർ ശേഖർ പട്ടേൽ എഴുതിയ ലേഖനത്തിൽ വിമർശിക്കുന്നു. അമേരിക്കയിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസ് പ്രസിഡന്റാണ് ഡോക്ടർ ശേഖർ പട്ടേൽ. ട്രംപിന്റെ കോപം പെട്ടെന്നുണ്ടായതല്ലെന്ന തലക്കെട്ടിലാണ് ലേഖനം. വൻ സാമ്പത്തിക പരാധീനതയാണ് അമേരിക്ക അനുഭവിക്കുന്നത്. അമേരിക്കയുടെ പൊതുകടത്തിന്റെ പലിശ മാത്രം ആ രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റിനേക്കാൾ വർദ്ധിച്ചു. തുടർച്ചയായ കോർപ്പറേറ്റ് വൽക്കരണം ആഭ്യന്തര ഉത്പാദനത്തെ ക്ഷയിപ്പിക്കുക കൂടി ചെയ്തതോടെ അമേരിക്കയുടെ സമ്പദ് രംഗത്ത് പണപ്പെരുപ്പം രൂക്ഷമായെന്നും ലേഖനത്തിൽ പറയുന്നു. ആയുധ വ്യാപാരം ഉൾപ്പെടെയുള്ള മേഖലയിലൂടെ സംഭരിച്ച മൂലധനത്തിന്റെ വരവ് നിന്നുപോയത് അമേരിക്കയെ നിഷ്പ്രഭമാക്കി. ഈ പശ്ചാത്തലത്തിലാണ് ഒരു പരിഹാരമാർഗമെന്ന നിലയിൽ ട്രംപ് താരിഫിനെ കാണുന്നത്. അധിക താരിഫ് നടപ്പാക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചതിന് ചില സാമൂഹ്യ ഘടകങ്ങളുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നു. വർണ്ണവിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ രംഗത്ത് മാന്ദ്യം സംഭവിച്ചു. താരതമ്യേന കൂലി കുറവുള്ള രാജ്യങ്ങളിലേക്ക് അമേരിക്കയിലെ വ്യവസായങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്നും ലേഖനത്തിൽ നിരീക്ഷിക്കുന്നുണ്ട്. വൻതോതിൽ കുടിയേറ്റക്കാരെ ഒഴിവാക്കിയതും പ്രശ്നം രൂക്ഷമാക്കി. ബ്രട്ടൺ വുഡ്സ് സ്ഥാപനങ്ങൾ വഴി ഉണ്ടാക്കിയ സാമ്പത്തിക അധീശത്വവും ഇല്ലാതായി. മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണത്തെ തകർക്കാനും അമേരിക്ക താരിഫിലൂടെ ശ്രമിക്കുകയാണ്. ഭാരതത്തിനെതിരായ ട്രംപിന്റെ അധിക താരിഫ് വെല്ലുവിളി മറികടക്കാൻ രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. ബ്രിക്സിലെ പ്രധാന രാജ്യങ്ങൾക്കും അധിക താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. ബ്രസീലിനും ചൈനയ്ക്കും ഇന്ത്യയ്ക്കും താരിഫ് ഏർപ്പെടുത്തുകയും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇത്തരം നീക്കങ്ങളുടെ ഭാഗമാണ്. വൻതോതിൽ അമേരിക്ക ഉപഭോക്തൃ രാജ്യമായി മാറിയതിൻ്റെയും പശ്ചാത്തലത്തിലാണ് കടുത്ത സാമ്പത്തിക നീക്കങ്ങളെന്നും ലേഖനം നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ജനം.